Hi friends, MCOM 4th semester Goods and Services Tax and Customs Law and Practice എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ 6th മൊഡ്യൂളായ കസ്റ്റംസ് ഡ്യൂട്ടിയാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് കസ്റ്റംസ് ഡ്യൂട്ടി അതോറിറ്റീസ് ആൻഡ് പവേഴ്സ്, അസസ്മെൻറ്റ് പ്രൊസീജിയേഴ്സ്, penalties and prosecutions. സോ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കസ്റ്റംസ് അതോറിറ്റീസും അവരുടെ പവേഴ്സുമാണ്. സോ നമുക്കറിയാമല്ലേ, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ് ഇൻകം ടാക്സ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ ഒരു അതോറിറ്റിയാണ് CBEC, അതായത് സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ്. അപ്പം അതാണ് ഈ പറയുന്ന ഇൻഡയറക്റ്റ് ടാക്സസ് കളക്ട് ചെയ്യാനുള്ള അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത്. കസ്റ്റംസ് ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആയതുകൊണ്ട് തന്നെ CBEC ആണ് കസ്റ്റംസ് ഡ്യൂട്ടി കളക്ട് ചെയ്യുന്നത്. CBEC ഈസ് എ പാർട്ട് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, അതായത് ധനകാര്യ വകുപ്പ്, അതിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പാർട്ടാണ് ഒരു പാർട്ടാണ് CBEC എന്ന് പറയുന്നത്. സോ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനാണ് ഈ കസ്റ്റംസ് ഡ്യൂട്ടിയൊക്കെ കളക്ട് ചെയ്യാനുള്ള ഒരു പവർ സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത്. CBEC ഡീൽസ് വിത്ത് ഓൾ അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റിംഗ് ടു കസ്റ്റംസ് ഫോർമേഷൻ. CBEC ആണ് കസ്റ്റംസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും. പുതിയ പുതിയ ലോസ് എന്തെങ്കിലും ഇഷ്യൂ അല്ലെങ്കിൽ അവരാണ് ലോ ഒരിക്കലും ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് അല്ല, പാർലമെൻറ്റ്, അതൊക്കെ അവരുടെ. ഇവർക്ക് റൂൾസ് മാത്രമേ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. റൂൾസ് എന്തെങ്കിലും പുതിയ പുതിയ അമെൻമെൻറ്റ്സിൽ ഓർഡേഴ്സ്, നോട്ടിഫിക്കേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സെൻട്രൽ ഗവൺമെൻറ് CBEC വഴിയാണ് പുറത്തിറക്കുന്നത്. അടുത്തത് കസ്റ്റോഡിയൻ. നിങ്ങൾ പോയിന്റ് ശ്രദ്ധിക്കണം, റൂൾസ് മാത്രമേ സെൻട്രൽ ഗവൺമെൻറ്റിന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഓർഡേഴ്സ് കൊടുക്കാം, നോട്ടിഫിക്കേഷൻസ് കൊടുക്കാം. ഒരിക്കലും ഒരു ലോ എന്ത് ചെയ്യാൻ പറ്റില്ല, പാസ് ചെയ്യാൻ പറ്റില്ല. ലോ പാസ് ചെയ്യുന്നത് എപ്പോഴും പാർലമെൻറ്റിലെ 2 ഹൗസസ് അവരുടെ അവരാണ് ലോ പാസ് ചെയ്യേണ്ടത്. അത് ശ്രദ്ധിച്ച് വയ്ക്കുക. സോ ലാസ്റ്റ് വൺ, കസ്റ്റോഡിയൻ. ആരാണ് കസ്റ്റോഡിയൻ? പേരിൽ തന്നെ ഉണ്ട് അല്ലേ, കസ്റ്റഡി അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ കസ്റ്റഡി ആരുടെ കയ്യിലാണോ അയാളാണ് കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, required to take charge of the imported goods from the carrier, arrange its proper storage and safety, and allow clearance to the importers only after they pay the customs duty. ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ മുംബൈയിലുള്ള പോർട്ട് അല്ലെങ്കിൽ മുംബൈ കസ്റ്റോഡിയനാണ്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എക്സാമ്പിൾ ഞാൻ അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് കുറച്ച് ഗുഡ്സ് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാണ്. സോ ഇമ്പോർട്ട് ചെയ്യാൻ നേരത്ത് ഞാൻ കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കണം. അപ്പം അവിടുന്ന് അവർ ഗുഡ്സ് കയറ്റി അയച്ചു, ഇന്ത്യയിൽ വന്നു, പോർട്ടിൽ അവരത് ഇറക്കി. പക്ഷെ അത് എനിക്ക് നേരിട്ട് പോയി അത് കൈപ്പറ്റാൻ പറ്റില്ല. അത് ആര് വാങ്ങിക്കും? ആദ്യം അതിൻ്റെ ചാർജ് പോകുന്നത് കസ്റ്റോഡിയൻ്റെ കയ്യിലാണ്. കസ്റ്റോഡിയൻ അത് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യും, സേഫ്റ്റി മെഷേഴ്സൊക്കെ എടുക്കും. എന്നിട്ട് എന്നെ അറിയിക്കും, ഇന്ന പോലെ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്, നിങ്ങൾ വന്ന്
എടുത്തുകൊണ്ട് പോകണം. പക്ഷേ നിങ്ങൾ അതിനു മുമ്പ് കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കാനുണ്ട്. സോ അത് നിങ്ങൾ അടച്ചാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന്. സോ ചുരുക്കം പറയുമ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കുന്നത് വരെ ഇമ്പോർട്ടഡ് ഗുഡ്സിൻ്റെ കസ്റ്റഡി എന്ന് പറയുന്നത് കസ്റ്റോഡിയൻ്റെ കയ്യിലാണ്. ഓക്കെ, അയാളാണ് കസ്റ്റോഡിയൻ. ഇനി വരുന്നത് ക്ലാസസ് ഓഫ് ഓഫീസേഴ്സ്. CBECയിൽ തന്നെ പല ഡിവിഷൻസ് ആയിട്ട് പല ഗ്രേഡ്സ് ആയിട്ട് ഓഫീസേഴ്സിനെ അലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ. He is a member of CBEC and also Secretary to Government of India. അദ്ദേഹം CBECയുടെ ഒരു മെമ്പറാണ്, കൂടാതെ ആരും കൂടിയാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു സെക്രട്ടറി കൂടിയാണ്. അടുത്തത് ചീഫ് കമ്മീഷണർ. മെയിൻ അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഫോർ routine working of department are delegated to commissioner. He can delegate powers of subordinate officers. ഈ ചീഫ് കമ്മീഷണറാണ് എന്തിൻ്റെ മെയിൻ അഡ്മിനിസ്ട്രേറ്റീവ് പവർ, അതായത് റുട്ടീൻ കാര്യങ്ങൾ നടത്താനുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവർ കൊടുത്തിരിക്കുന്നത് ചീഫ് കമ്മീഷണറാണ്. അദ്ദേഹമാണ് അതിന് കീഴിലുള്ള എല്ലാ ഓഫീസേഴ്സിനെയും ഡെലിഗേറ്റ് ചെയ്ത് അവർക്കുള്ള പവേഴ്സ് കൊടുക്കുന്നത്. അടുത്ത വരുന്നത് ഡയറക്ടർ ജനറൽ ആണ്. ഓഫീസേഴ്സ് ഓഫ് ഡയറക്ടർ ജനറൽ ഹാവ് ബീൻ ക്രിയേറ്റഡ് ഫോർ മോണിറ്ററിങ് സം സ്പെസിഫൈഡ് ഫങ്ഷൻസ്. ചില പ്രത്യേക ഫങ്ഷൻസ് കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡയറക്ടർ ജനറലിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് കമ്മീഷണർ അപ്പീൽസ്. They are appointed in various commissionerate to hear appeals orders from assistant or deputy or joint or additional commissioners. ഈ കമ്മീഷണർ ഇൻ അപ്പീൽസ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ തന്നെ ഉണ്ട് എന്തിനു വേണ്ടിയിട്ടാണ്, അപ്പീലുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. ആരെങ്കിലും ഇപ്പം കസ്റ്റംസ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തർക്കം വരികയോ ആരെങ്കിലും അപ്പീൽ കൊടുക്കുകയോ അതൊക്കെ കേൾക്കുന്ന ആരാണ്, ഹിയർ ചെയ്യുന്ന ആരാണ്, ഈ പറയുന്ന കമ്മീഷണർ അപ്പീൽസാണ്. അടുത്തത് അതർ ഓഫീസേഴ്സ്. ഈ അതർ ഓഫീസേഴ്സിൽ വരുന്നത് സെയിം ആളുകൾ തന്നെയാണ്. ആരൊക്കെയാണ്? അസിസ്റ്റൻറ്റ്, ഡെപ്യൂട്ടി, ജോയിൻറ്റ് ആൻഡ് അഡീഷണൽ കമ്മീഷണേഴ്സ്. ലാസ്റ്റ് വൺ, എനി അതർ ക്ലാസ് ഓഫ് ഓഫീസർ അപ്പോയിൻറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് പറയുന്ന പ്രകാരം ഏതെങ്കിലും ഒരാൾ ഈ CBECയുടെ ഓഫീസറായിട്ട് വരും. സെൻട്രൽ ഗവൺമെൻറ് പറയുകയാണ് ഇന്ന ആൾ അല്ലെങ്കിൽ ഇന്ന ക്വാളിഫിക്കേഷനുള്ള ആൾ CBECയുടെ ഒരു പാർട്ടാണ്, ഒരു ഓഫീസറാണെന്ന് സെൻട്രൽ ഗവൺമെൻറ് പറയുകയാണെങ്കിൽ അയാളും കൂടി ഈ ക്ലാസ്സസ് ഓഫ് ഓഫീസേഴ്സിൽ വരും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പവേഴ്സ് ഓഫ് കസ്റ്റംസ് അതോറിറ്റി. അപ്പോയിൻമെൻറ്റ് ഓഫ് കസ്റ്റംസ് പോർട്ട്, കസ്റ്റംസ് എയർപോർട്ട്, വെയർഹൗസിംഗ് സ്റ്റേഷൻസ്. അതായത് ഓരോ സ്ഥലത്തും കസ്റ്റംസ് പോർട്ടുകൾ സ്ഥാപിക്കുക, കസ്റ്റംസ് എയർപോർട്ടുകൾ സ്ഥാപിക്കുക, വെയർഹൗസിംഗ് സ്റ്റേഷൻസ് സ്ഥാപിക്കുക, അതൊക്കെ ചെയ്യുന്നത് ഈ കസ്റ്റംസ് അതോറിറ്റിയാണ്. ദേ ഹാവ് ദ പവർ ടു ഡിറ്റർമൈൻ ദ ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോട്ട്. ഓക്കെ, ICD എന്ന് പറയുന്നത് ഒരു ടെമ്പററി സ്റ്റോറേജ് പ്ലേസ് ആണ്. അതായത് നമ്മൾ ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും ഒക്കെ കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യും അല്ലേ. ആ കണ്ടെയ്നേഴ്സൊക്കെ നമ്മൾ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോട്ട് എന്ന് പറയുന്നത്. ഇതൊക്കെ ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഒരു പവർ കസ്റ്റംസ് അതോറിറ്റിക്കുണ്ട്.
പവർ ടു ഡിറ്റർമൈൻ ലാൻഡ് കസ്റ്റം സ്റ്റേഷൻ. ലാൻഡ് കസ്റ്റം സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു പ്ലേസ് ആണ്. അതായത് നമുക്ക് കസ്റ്റംസിൽ വരുമ്പോൾ ധാരാളം പേപ്പർ വർക്ക്സ് ഒക്കെ വരാറുണ്ട്. ലൈക്ക് ഇമ്പോർട്ടിൻ്റെ സമയത്തും എക്സ്പോർട്ടിൻ്റെ സമയത്തും ധാരാളം ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഫയൽ ചെയ്യാനും ഒക്കെ അവരുടെ കയ്യിൽ നിന്ന് പെർമിഷൻ വാങ്ങിക്കാനും ഒക്കെ ഉണ്ടാവും. സോ ആ ഒരു ടൈമിലൊക്കെ നമ്മൾ ക്ലിയറൻസിന് വേണ്ടി പോകുന്ന അല്ലെങ്കിൽ ആ പേപ്പർ വർക്ക്സ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ലാൻഡ് കസ്റ്റം സ്റ്റേഷൻ എന്ന് പറയുന്നത്. അത് ഡിറ്റർമൈൻ ചെയ്യാനുള്ളൊരു പവറും കൂടി കസ്റ്റംസ് അതോറിറ്റിക്ക് ഉണ്ട്. പവർ ടു ഡിറ്റർമൈൻ ദ റൂട്ട്സ് ത്രൂ വിച്ച് ദ ഗുഡ്സ് ഷുഡ് എക്സ്പോർട്ട് ഓർ ഇമ്പോർട്ട്. അതായത് ഗുഡ്സും ഇമ്പോർട്ട് ചെയ്യുമ്പോഴും എക്സ്പോർട്ട് ചെയ്യുമ്പോഴും ഏതൊക്കെ വഴികളിലൂടെ അല്ലെങ്കിൽ ആ കടൽ മാർഗത്തിലൂടെ ആണെങ്കിൽ പോലും ഏതൊക്കെ റൂട്ട് വഴിയാണ് അത് പോകേണ്ടതും വരേണ്ടതുമൊക്കെ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന പവറും കൂടി ആർക്കുണ്ട്? ഈ പറയുന്ന കസ്റ്റംസ് അതോറിറ്റിക്കുണ്ട്. പവർ ടു അറസ്റ്റ് ഇഫ് എനി പേഴ്സൺ ഹാസ് കമ്മിറ്റഡ് പണിഷബിൾ ഒഫൻസ് വിത്തിൻ ഇന്ത്യൻ കസ്റ്റംസ് വാട്ടർ. ഇന്ത്യൻ കസ്റ്റംസ് വാട്ടർ എന്ന് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾ അത് ഒന്ന് കേട്ട് നോക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. അതായത് കസ്റ്റംസ് വാട്ടർ എന്ന് പറയുന്നത് ആ ടെറിട്ടോറിയൽ വാട്ടറും ഹൈ സീസ്, അതായത് 200 നോട്ടിക്കൽ മൈൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. സോ അതിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ആരെങ്കിലും ഒരു ആൾ പണിഷബിൾ ഒഫൻസ് ചെയ്താൽ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു പവറും ഇവർക്ക് ഉണ്ട്. പവർ ടു സ്റ്റോപ്പ് any vehicle, animal or vessel by proper officer in relation to smuggling. അതായത് ഈ പറയുന്ന ഇന്ത്യൻ കസ്റ്റംസ് വാട്ടർ ഉൾപ്പെടുന്ന ഈ ബോർഡറിലൂടെ എന്തെങ്കിലും ഒരു തരത്തിൽ സ്മഗ്ലിംഗ് നടത്തുകയോ അങ്ങനെ അല്ലെങ്കിൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള പവറും ഈ പറയുന്ന കസ്റ്റംസ് അതോറിറ്റിക്ക് ഉണ്ട്. പവർ ടു കോൺഫിസ്കേറ്റ് എനി വെസൽ ഇൻ ഇന്ത്യൻ കസ്റ്റംസ് വാട്ടർ കൺസീലിംഗ് ഗുഡ്സ്. ഗവൺമെൻറ്റിന് ഏറ്റെടുക്കാനുള്ള പവർ, അല്ലെങ്കിൽ ഈ പറയുന്ന CBEC അത് ഏറ്റെടുക്കും. കൺസീൽ ചെയ്യുന്ന ഗുഡ്സൊക്കെയാണ് അവർ ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ ചെയ്യുന്നതെങ്കിൽ ഒളിപ്പിച്ച് കടത്തുന്ന പരിപാടി, അതാണ് കൺസീൽ ചെയ്യുക എന്ന് പറയുന്നത്. അതായത് യാതൊരുവിധ രേഖകളും ഇല്ലാതെ ആരെയും അറിയിക്കാതെ ഒക്കെ കള്ളക്കടത്തെന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. സോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് പിടിച്ചു വയ്ക്കാനും അത് കണ്ടുകെട്ടുക അങ്ങനത്തെ ഒരു മീനിങ്. അതായത് അവർ ഗവൺമെൻറ്റിലേക്ക് അത് കൊണ്ടുപോകും, അവരത് പിടിച്ചുകൊണ്ട് പോകും. പവർ ടു സെർച്ച് എ പേഴ്സൺ ആൻഡ് കോൺഫിസ്കേറ്റ് എനി ഗുഡ്സ് ഡോക്യുമെൻറ്റ്സ് വിത്തിൻ ഇന്ത്യൻ കസ്റ്റംസ് വാട്ടർ. ഒരു പേഴ്സണെ സെർച്ച് ചെയ്യാനുള്ള പവർ, പിന്നെ കോൺഫിസ്കേറ്റ് ചെയ്യാനായിട്ട്, അതായത് ഇന്ത്യൻ വാട്ടറിലൂടെ ഈ പറയുന്ന പോലെ കൺസീലിംഗ് ഗുഡ്സ് ആയിക്കോട്ടെ, ഇല്ലീഗൽ ആയിക്കോട്ടെ, സ്മഗ്ലിംഗ്, അങ്ങനെയുള്ള ഏതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്താലും അങ്ങനെ ചെയ്യുന്ന ആളുകളെ സെർച്ച് ചെയ്യാനും അവരുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സും ഗുഡ്സുമൊക്കെ കോൺഫിസ്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കുക. ഓക്കെ, അതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. സോ അങ്ങനെ ചെയ്യാനുള്ളൊരു പവറും കൂടി ഗവൺമെൻറ്റിനുണ്ട്. പവർ ടു കോൺഫിസ്കേറ്റ് എനി ഗുഡ്സ് ബ്രോട്ട് വിത്തിൻ ദ ഇന്ത്യൻ കസ്റ്റം വാട്ടർ ഫോർ ഇമ്പോർട്ട് കോൺട്രറി ടു എനി പ്രൊഹിബിഷൻ ഇമ്പോസ്ഡ്. ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പാടില്ല, ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പ്രൊഹിബിറ്റ് ചെയ്ത ഒരു ഗുഡ്, അതായത് അത് കൊണ്ടുവരുന്നത് ഇവിടുത്തെ നിയമത്തിനെതിരാണ്, എന്നിട്ടും ഒരാൾ അങ്ങനെ ഒരു ഗുഡ്സ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് പിടിച്ചെടുക്കാനുള്ള അധികാരവും കൂടി ഈ പറയുന്ന കസ്റ്റംസ് അതോറിറ്റിക്കുണ്ട്. സോ ഇത്രയുമാണ് അവരുടെ മെയിനായിട്ടുള്ള പവേഴ്സ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ അവർക്ക് ധാരാളം പവേഴ്സ് ഉണ്ട്. സോ എന്തായാലും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പവേഴ്സാണ്. സോ അടുത്തതാണ് അസസ്മെൻറ്റ് പ്രൊസീജിയേഴ്സ്. നമുക്കിനി അത് 1 by 1 ആയിട്ട് നോക്കാം. സെൽഫ് അസസ്മെൻറ്റ് ബൈ ഇമ്പോർട്ടർ ഓർ എക്സ്പോർട്ടർ.
അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മളുടെ കസ്റ്റംസ് ഡ്യൂട്ടി ഇത്രയാണ്, അതായത് റേറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. സോ അതനുസരിച്ച് നമ്മൾ തന്നെ നമ്മുടെ കസ്റ്റംസ് ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക, അവരെ കാണിക്കുക, ഇന്നതാണ് എൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ് കാണിക്കുക. അപ്പോൾ അവരെന്ത് ചെയ്യും, വെരിഫിക്കേഷൻ ഓഫ് സെൽഫ് അസസ്മെൻറ്റ്, അവരൊരു വെരിഫിക്കേഷൻ നടത്തും. എന്നിട്ട് അവരെന്ത് ചെയ്യും, റീഅസസ്മെൻറ്റ് നടത്തും. അപ്പം നേരത്തെ നമ്മൾ കാണിച്ച ഡ്യൂട്ടിയും അവർ അസസ് ചെയ്തപ്പോൾ വന്ന ഡ്യൂട്ടിയും ആണെങ്കിൽ അവരെന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഡ്യൂട്ടി, നിങ്ങൾ ഇത്ര അടച്ചാൽ മതി എന്നവർ അക്സെപ്റ്റ് ചെയ്യും. സോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ ആ അസസ്മെൻ്റ് അവിടെ കഴിഞ്ഞു, ഡൺ. ഓക്കെ, പക്ഷേ അതിലെന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടെന്ന് അവർക്ക് തോന്നിയാൽ, എന്തെങ്കിലും ഒരു ശരിയല്ല, അവരെന്തൊക്കെയോ കൺസീൽ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അവർക്ക് തോന്നുവാണെങ്കിൽ അത് അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെ വരുവാണെങ്കിൽ അവരെന്തിന് ഓർഡർ കൊടുക്കും, സ്പീക്കിംഗ് ഓർഡർ എന്ന് പറയുന്ന ഒരു ഓർഡർ ഉണ്ട്, അത് അവർ ഇഷ്യൂ ചെയ്യും. ഇഫ് സെൽഫ് അസസ്മെൻറ്റ് ഈസ് നോട്ട് പോസിബിൾ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണെങ്കിൽ ഓർഡർ ഫോർ ഫൈനൽ അസസ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ അസസ്മെൻറ്റ്, അതായത് ആ അതോറിറ്റി തന്നെ അസസ് ചെയ്തിട്ട് നമ്മളോട് പറയും. ആഫ്റ്റർ അസസ്മെൻറ്റ് ഓഫ് ഡ്യൂട്ടി, വാല്യുവേഷൻ ഓഫ് ഗുഡ്സ്. എന്താണ്, അസസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, വാല്യുവേഷൻ ഓഫ് ഗുഡ്സ് ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ട, അതായത് പ്രൊസീജിയേഴ്സ് ഫോളോഡ് അറ്റ് ദ ടൈം ഓഫ് ഇമ്പോർട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രസൻറ്റേഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രി. നമ്മൾ ബിൽ ഓഫ് എൻട്രി നമുക്ക് കിട്ടും. സോ ആ ഒരു ബിൽ ഓഫ് എൻട്രി നമ്മൾ കസ്റ്റംസ് അതോറിറ്റിയുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണം. സബ്മിഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ബൈ ഇമ്പോർട്ടർ. ആരാണോ ഇമ്പോർട്ടർ അവർ ഇതൊക്കെ വെരിഫൈ ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സും കൂടി സബ്മിറ്റ് ചെയ്യണം. അസസ്മെൻറ്റ് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ തന്നെ എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞത് തന്നെയാണ്, കസ്റ്റംസ് ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് ഈ കസ്റ്റംസ് അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അവർ അത് വെരിഫൈ ചെയ്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അവർ റീഅസസ് ചെയ്യും. അങ്ങനെ അതിനുശേഷം അവർ വേറെ ഏതെങ്കിലും ലോസ് നമ്മൾ വയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കും. എന്നിട്ട് വേണം നമുക്കത് ക്ലിയറൻസ് കിട്ടുള്ളൂ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓതറൈസേഷൻ ഫ്രം അതർ ആക്ട്സ്. അത് കഴിഞ്ഞ് കളക്ഷൻ ഓഫ് ഡ്യൂട്ടി ബൈ കസ്റ്റംസ് അതോറിറ്റീസ്. ഡ്യൂട്ടി കളക്ട് ചെയ്യുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. പാസ് ഔട്ട് കസ്റ്റം ചാർജസ്, ഡെലിവറി ഓഫ് കാർഗോ. ഇത്രയുമാണ് ഇമ്പോർട്ടിൻ്റെ സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, അറ്റ് ദ ടൈം ഓഫ് എക്സ്പോർട്ടിൻ്റെ സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഷിപ്പിംഗ് ബിൽ ടു ബി സബ്മിറ്റഡ് ബൈ എക്സ്പോർട്ടർ. എക്സ്പോർട്ട് ചെയ്യുന്ന ആൾ ഷിപ്പിംഗ് ബില്ല് സബ്മിറ്റ് ചെയ്യണം. നോട്ടിംഗ് ഓഫ് ഷിപ്പിംഗ് ബിൽ ബൈ ദ കസ്റ്റംസ് ഓഫീസർ അത് നോട്ട് ചെയ്യും. മൂന്നാമത്തത് എക്സ്പോർട്ട് വാല്യൂ ഡിക്ലറേഷൻ. ആ ഗുഡ്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് ഡിക്ലെയർ ചെയ്യുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. സെൽഫ് അസസ്മെൻറ്റ് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി. സെൽഫായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. വെരിഫിക്കേഷൻ ഓഫ് സെൽഫ് അസസ്മെൻറ്റ് ഓൺ സെലക്റ്റീവ് ബേസിസ് ബൈ കസ്റ്റംസ് ഓഫീസ്. ഒരു സെലക്റ്റീവ് ബേസിസിൽ, ഒരു പർട്ടിക്കുലർ ക്രൈറ്റീരിയയുടെ ബേസിസിലായിരിക്കും അവരത് വെരിഫൈ ചെയ്യുക. അടുത്ത സ്റ്റെപ്പ്, അതർ ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് ഫോർ എക്സ്പോർട്ട്. ബാക്കി എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യണം. അടുത്തത് എക്സൈസ് ഫോർമാലിറ്റീസ് അറ്റ് ദ ടൈം ഓഫ് എക്സ്പോർട്ടിൻ്റെ സമയത്ത് നമ്മൾ കുറച്ച് ഫോർമാലിറ്റീസ്, അതായത് എക്സൈസിൻ്റെ ലോ പ്രകാരം നമ്മൾ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഫുൾഫിൽ ചെയ്യണം. സോ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ചെക്ക് ചെയ്യണം. എക്സ്പോർട്ട് ഡ്യൂട്ടി, സെസ് എക്സെട്ര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നിങ്ങൾ അടയ്ക്കാനുണ്ട്, അപ്പോൾ അസസ്മെൻറ്റ് കഴിഞ്ഞിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ഇത്ര രൂപ ഡ്യൂട്ടി അടയ്ക്കാനുണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് നമ്മൾ അടയ്ക്കണം.
അടുത്തത് പെർമിഷൻ ടു എക്സ്പോർട്ട് ബൈ കസ്റ്റംസ്. ഈ നമ്മൾ ഡ്യൂട്ടി അടച്ചു കഴിയുമ്പോഴാണ് നമുക്ക് കസ്റ്റംസ് പെർമിഷൻ തരുന്നത്. എന്തിനാണ്? എക്സ്പോർട്ട് ചെയ്യാനായിട്ട്. എക്സാമിനേഷൻ ഓഫ് ഗുഡ്സ് ബിഫോർ എക്സ്പോർട്ട്. എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ കസ്റ്റംസ് അതോറിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർ ഓഫീസേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് ലീഗലായിട്ടുള്ളതാണോ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഗുഡ്സ് തന്നെയാണോ എക്സ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ വെരിഫൈ ചെയ്യുന്നത് ആണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഇത്രയും പറഞ്ഞ്